ആരും ഹെൽപ്പ് ചെയ്യാനില്ലാണ്ട് ഭയങ്കര ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലോട്ടെത്തി. അപ്പം ഞാനിത് 2023 ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ വരെ എനിക്കുണ്ടായിരുന്നു. കാരണം ഈ ലാസ്റ്റ് ഇയർ മെന്റൽ സ്ട്രെസ് ഉണ്ട്, പിന്നെ ഒരുപാട് പൈസ നഷ്ടം, ഒരുപാട് സമയം നഷ്ടം. ചില സുഖമാണോ ചോദിക്കുന്നതിന്, ചില ലൈസൻസ് എന്തായി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലോട്ടെത്തി. പലരും നിനക്കെന്താണോ ഭ്രാന്താണോ എന്നവരെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിട് ഇനി ഇത് കിട്ടില്ല എന്ന് പറയുന്നത്. കാലുകൾ വെച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളെന്നാണ് റിജുവിന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? എനിക്ക് ഡ്രൈവ് ചെയ്യണം എന്ന് തോന്നിയ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, അതെവിടെ നിന്നായിരുന്നു? ശരിക്കും പറയുവാണെങ്കിൽ ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിലെ ആൻറ്റിമാരൊക്കെ പറയുന്നു വലുതാകുമ്പം ഡ്രൈവ് ചെയ്ത് എന്നെ അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയതാണ്, അല്ലാണ്ട് ആരും ഞാൻ ഇത്രത്തോളം സീരിയസ് ആണെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഞാൻ പറയില്ല മേഴ്സി ഹോമിലായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി കൺട്രോൾ അല്ല കേട്ടോ, അങ്ങനെ ഞങ്ങളുടെ തോമസ് ചേട്ടനാണ് ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവന്നാക്കുന്നതും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വലിയ കോമ്പൗണ്ട് ഉണ്ട് മേഴ്സി ഹോമിന്. അപ്പോൾ അങ്ങനെ തോമസ് ചേട്ടനാണ് എനിക്ക് ഈ സ്റ്റിയറിംഗ്, അങ്ങനെയാണ് സ്റ്റിയറിംഗ്. പിന്നെ എൻ്റെ ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ വീട് അടിമാലിയിലാണ്. പാപ്പനുമാണ് എനിക്ക്, ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ആദ്യം. അപ്പോൾ തന്നെ എനിക്ക് ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഒരു ഇഷ്ടവും തോന്നി തുടങ്ങി എനിക്കായിട്ട് തന്നെ. അങ്ങനെ 2014 ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു ആദ്യമായിട്ട് RT ഓഫീസിൽ പോയി ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കൈകളും ഇല്ലാത്ത ഇന്ത്യയിൽ തന്നെയുള്ള ഒരാളുടെ ലൈസൻസിൻ്റെ കോപ്പി ആയിട്ട് വരാനായിട്ട് പറഞ്ഞു. പക്ഷെ അന്നത്തെ കാലത്ത് മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് വൈകി. പിന്നെ 2017 ലാസ്റ്റ് ഒരു 18 കൂടിയാണ് ഞാൻ ഇൻഡോറിലുള്ളൊരു വിക്രം അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ, അതായത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2018 ഞാനൊരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാദർ തോമസ് വയലെങ്കിൽ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ എനിക്ക് പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് എന്നാണ് സാറിൻ്റെ പേര്. സാറാണ് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹൈക്കോർട്ട് വഴി നമുക്ക് ലോ കോപ്പി ചെയ്യാം, അങ്ങനെ ലൈസൻസ് എടുക്കാം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത്ര ഉദ്ദേശിച്ച പോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. എനിക്ക് ഇതിനു വേണ്ടി നമ്മൾ ഈ കാർ വാങ്ങിച്ച് അതിൽ ഓൾട്രേഷൻസ് വരുത്തണം. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് ലയൺസ് ക്ലബിൻ്റെ സ്പോൺസർഷിപ്പും കിട്ടി. കട്ടപ്പന ടച്ച് ഓഫ് ലൈഫ് അവരുടെ സ്പോൺസർഷിപ്പും കിട്ടി. അപ്പം തന്നെ നമ്മൾ ആദ്യം ലോൺ എടുക്കുമായിരുന്നു ആദ്യം ചെയ്തത്. കാരണം സ്പോൺസർഷിപ്പിനെ കുറിച്ച് അപ്പോൾ തൊടുപുഴ SBI. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ പറയുന്ന എന്നെ കുറച്ച് കേരളത്തിലൊക്കെ കുറച്ച് ആൾക്കാർ അറിയുമായിരിക്കും എന്നല്ലാതെ, പക്ഷെ എന്നെ വിശ്വസിച്ച് എനിക്ക് തൊടുപുഴ SBI കവിത മാം ആയിരുന്നു അന്ന് അവിടുത്തെ മാനേജർ. ഇങ്ങനെ മാം വഴി എനിക്ക് അവിടുന്ന് ലോൺ കിട്ടി. അത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ വിശ്വസിച്ച് ഇങ്ങനെ കൂടെ നിന്നവർ. ഈ ഒരു ജേർണി പറയുവാണെങ്കിൽ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു 6 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര സമയമല്ല. ഇതിനിടയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നേടി ഒരുപാട് ഓഫീസുകൾ ഞാൻ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം പലരും നിനക്കെന്താണോ ഭ്രാന്താണോ എന്നവരെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിട് ഇനി ഇത് കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളിതിൻ്റെ പ്രൊസീജിയർ ഇപ്പോഴും നീങ്ങുന്നുണ്ടെന്നൊക്കെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട അവസ്ഥകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലരുടെ അടുത്ത് ഇത് തുറന്നു പറയാൻ പറ്റില്ല. കാരണം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ കാര്യത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഒരു സമയത്ത് ഇപ്പം ആരും ഹെൽപ്പ് ചെയ്യാനില്ലാണ്ട് ഭയങ്കര ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലോട്ടെത്തി. എന്ന് വെച്ചാൽ ഭയങ്കര നിസ്സഹായമായിപ്പോൾ ഇനി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാനിത് 2023 ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ വരെ എനിക്കുണ്ടായിരുന്നു. കാരണം ഈ ലാസ്റ്റ് ഇയർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് നമുക്ക് ഒന്നാമത് ഭയങ്കര മെന്റൽ സ്ട്രെസ് ഉണ്ട്, പിന്നെ ഒരുപാട് പൈസ നഷ്ടം, ഒരുപാട് സമയം നഷ്ടം, ഇതെല്ലാം ഇങ്ങനെ. പിന്നെ സ്ട്രെസ്സും പല ചോദ്യങ്ങളും. നമ്മൾ എവിടെ ചെന്നാലും ചില സുഖമാണോ ചോദിക്കുന്നതിന്, ചില ലൈസൻസ് എന്തായി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലോട്ടെത്തി. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ആർട്ടിക്കിൾ മനോരമ ന്യൂസ് പേപ്പറിൽ എഴുതിയ രാജേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്.
രാജേഷ് ചേട്ടനാണ് എനിക്കിങ്ങനെ, രാജേഷ് ചേട്ടനോട് അത്യാവശ്യം ഫ്രീ ആയിട്ട് കാര്യങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു ഈ ഒരു ഇതിനിടയ്ക്ക്. അപ്പോൾ രാജേഷ് ചേട്ടനാണ് ഇങ്ങനെ സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ SH പഞ്ചാബാഗേശൻ സാറിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഫയൽ ചെയ്തു. സാർ ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ന്യായമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും ഏതറ്റം വരെ പോയും ചെയ്തു കൊടുക്കാനായിട്ട് നല്ല മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ സാറാണ് ഇതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള ഹിയറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു MBA കിട്ടി. MBA AR രാജേഷ് സാറ്, എറണാകുളം MBA ആണ്. അപ്പോൾ എനിക്ക് സാറിനെയും കിട്ടി. പിന്നെ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ള ഓൾട്രേഷൻസ് ഒക്കെ ചെയ്തത് ബിജു എരുമേലി എന്ന് പറയുന്നൊരു ചേട്ടനാണ്. ചേട്ടനും ഡിസേബിൾഡ് ആണ്. ഇങ്ങനെ വാഹനങ്ങൾ ഓൾട്രേഷൻ ഒരുപാട് നടത്തുന്നുണ്ട് ചേട്ടൻ. പിന്നെ ഇതിൻ്റെ സെക്കൻഡറി കൺട്രോൾസ് ആയ വോയിസ് കമാൻഡ് വഴിയാണ് ഇതിലെല്ലാം ചെയ്യുന്നത്. സെക്കൻഡറി കൺട്രോൾസ് അത് VI ഇന്നോവേഷൻസ് എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി വിമൽ കുമാർ എന്ന് പറയുന്നൊരു ചേട്ടനാണ് ചെയ്തത്. അങ്ങനെ 2023 നവംബർ 30-നാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. ആ ഒരു ജേണി പറഞ്ഞു തരുന്നത് തന്നെ ആ ഒരു ഭയങ്കര ഒരു സ്പിരിറ്റ് തോന്നുന്നു. ശരിക്കും ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇത്രയും വർഷത്തെ 2014 സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഒരു ജേണി അല്ലേ. അത് 2023 വരെ ഫൈറ്റ് ചെയ്ത് നേടുക എന്നൊക്കെ പറയുന്ന എത്രയോ സമയം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ എത്രയോരം മൊമെന്റ്സ് ഉണ്ടായിരിക്കും, എത്രയോ ആൾക്കാർ ഇതിൽ നിന്ന് പിൻവലിക്കാനൊക്കെ ശ്രമിച്ചിരിക്കും. എങ്കിലും ആ നവംബർ 30, 2023 സംഭവിച്ചത് ആശംസകൾ. ഇത്തിരി വൈകിയാലും ഞാൻ നേരുകയാണ്. ആ ഒരു ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും അതിനെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെയും പിടിച്ചു നിന്നതിന് രണ്ട് രീതിയിൽ, പെൺകുട്ടി, പിന്നെ കൈകളില്ല, എല്ലാം ഉണ്ടായിരുന്നു.